2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു സാധനം ദേവപ്രിയയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് 19 വയസ്സുള്ളൊരു പെൺകുട്ടി 31 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു, ജിഷ്ണു കെ മനോജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിട്ട്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവളുടെ ജീവിതം അവൾ ചൂസ് ചെയ്തു, സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ, നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്നും പറഞ്ഞ് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടാൾക്കാരുടെ അഭിപ്രായങ്ങൾ വളരെ ശരിയാണ്. അത് നമ്മൾ എങ്ങനെ ജീവിതത്തിന് എടുക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കും. ഇതിനകത്ത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 19 വയസ്സെന്ന് പറയുന്നത് ഒരു മെച്യൂരിറ്റി ഇതായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഗവൺമെന്റ് പെൺകുട്ടിക്ക് 18 വയസ്സും പുരുഷന് 21 വയസ്സിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് ഹയ്യ വയ്യ ഭുയ്യ എന്ന് പറഞ്ഞ് പോകാമെന്ന് പറയുമെങ്കിലും അന്നേരം നമുക്ക് മനസ്സിലാവും ഈ 31 വയസ്സുള്ളൊരു തന്നെ 18-19 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പെൺകുട്ടി 30-31 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ കെട്ടുമ്പോഴത്തേനും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടേണ്ടതായി വരും, ഞങ്ങളതങ്ങ് നേരിട്ടോളാം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ തിയറി ഇവിടെയും പ്രാക്ടിക്കൽ തോത് അങ്ങ് നിൽക്കും. നമുക്കിതെല്ലാം എല്ലാ തവണയും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ വലിയ മാസം അടിച്ചിട്ട് ഞങ്ങളുടെ ജീവിതം ചൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേനും ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇവർ തമ്മിൽ സംസാരിച്ചു, ഞങ്ങൾക്ക് ഈ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. നമ്മുടെ പോരായ്മകളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഒന്നിക്കും, എനിക്കറിയാം, അവൻ്റെ അവളെ ഫുള്ള് എനിക്കറിയാം. പക്ഷെ കയറി കഴിയുമ്പോഴുണ്ടല്ലോ ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇടുത്തി പോലെ വന്ന് മണ്ടക്കിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഇതുങ്ങളെ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ട് ഇമാതിരി പരിപാടിക്ക് ഇറങ്ങി തിരിക്കുന്നവർ നിങ്ങൾ ചിന്തിക്കുക, എല്ലാവർക്കും ശരിയാണോന്നില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകത്തില്ല. ഇവർക്ക് ചിലപ്പോൾ ശരിയായെന്നിരിക്കും. ഇത് കണ്ടിട്ട് ഇതേപോലെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. സോ ഒരു വിവാഹം കഴിയുമ്പോഴത്തേനും കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഒരു സമ്മതമൊക്കെ നോക്കി സെറ്റ് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ അവനെ തേക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അത് സമ്മതിപ്പിക്കുന്നതാണ് നിങ്ങളുടെ കഴിവ്. മനസ്സിലായോ? കമന്റ് ഇട്.